നാട്ടിലേക്ക് വന്ന പാടെ നേരെ മുണ്ടക്കയം ടൗണിലേക്ക് പോയേ. എല്ലാവരും ഉത്രാടപ്പാച്ചിലായതുകൊണ്ട് നമ്മുടെ മുണ്ടക്കയം ടൗണിൽ നല്ല തിരക്കായിരുന്നു. ഞാൻ ആദ്യം പോയത് നമ്മുടെ TB ജംഗ്ഷനിലുള്ള ടൗൺ ബേക്കറിയിലേക്കായിരുന്നു. ടൗൺ ബേക്കറിയിൽ നല്ല അടപ്രഥമൻ പായസം ഉണ്ടെന്ന് നാച്ചുമോ വിളിച്ചു പറഞ്ഞായിരുന്നേ. പായസമൊക്കെ നേരത്തെ തന്നെ നാച്ച് പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചെന്ന പാടെ പിള്ളേരയിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും നിഷാദും വന്നേ. ഞങ്ങളുടെ മുണ്ടക്കയം ലത്യംപള്ളിയുടെ കവാടമാണ് കേട്ടോ ഈ കാണുന്നത്. ടൗണിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ മുണ്ടക്കയത്ത് പെട്രോൾ പമ്പിന്റെ അടുത്ത് മമ്മിയുടെ ആങ്ങളുടെ കടയുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ നടന്നങ്ങോട്ടേക്ക് പോയത്. മുകളിലേക്ക് കിടക്കുന്ന വഴിയാണ് കേട്ടോ കൂട്ടിക്കൽ NDR ഇളങ്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്നത്. ഇതാണ് നമ്മുടെ കൂട്ടിക്കൽ ജംഗ്ഷൻ. അവിടുന്ന് ഒരു അല്പം മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരുന്നത്. നമ്മുടെ മുണ്ടക്കയം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നേരെ മുകളിലേക്ക് കാണുന്നത്. പഴയ തിയേറ്ററിലേക്കും സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിലേക്കും ഒക്കെ ഈ വഴിക്ക് തന്നെയാണ് പോകുന്നത്. ഹോസ്പിറ്റൽ ജംഗ്ഷനിലും ഉണ്ട് കേട്ടോ നമ്മുടെ ടൗൺ ബേക്കറി. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് SBIയുടെ ബാങ്ക് ഒക്കെ ഉള്ളത്. അഞ്ഞരപ്പള്ളി ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മുടെ പമ്പിന്റെ അവിടെ തൊട്ട് അത്യാവശ്യം ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നേ. CSI പള്ളിയുടെ പാരിഷ് ഹാളാണ് കേട്ടോ ഈ കാണുന്നത്. അതിന്റെ തൊട്ട് താഴത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഭാരത് പെട്രോളിയം ഉള്ളത്. ഇത് പൊട്ടംകുളത്തിന്റെ പമ്പാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് SBIയുടെ ഒരു പെട്രോൾ പമ്പ് കൂടിയുണ്ട്. അത് യൂസഫ് സാറിന്റെയാണ്. ഇവിടെ തൊട്ടടുത്തായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ന്യൂ ഗാലക്സി തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നത്. പൊട്ടംകുളം പമ്പിനോട് ചേർന്നിരിക്കുന്ന ഹോട്ടൽ പ്രദേശ് മമ്മിയുടെ ആംഗ്ലയുടെ ഹോട്ടലാണ്. ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ടൗണിലേക്ക് നടന്നു പോയത്. അകത്ത് കയറി കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ദാണ്ടെ പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങി. അത്യാവശ്യം നല്ല ശക്തിയായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മഴയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാണ് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് പോയത്. ടൗണിലെ ബ്ലോക്കൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബീവറൈസിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം വീണ്ടും നല്ലൊരു ബ്ലോക്ക് കിട്ടിയായിരുന്നേ. ഏകദേശം ഒരു 6:45 സമയത്താണ് കേട്ടോ നമ്മുടെ ബൈപ്പാസിന്റെ അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. നേരെ മോളിൽ കാണുന്നത് പർത്താനം മലയാണ്. മഴയൊക്കെ പെയ്ത് അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പൈങ്ങന വളവൊക്കെ പാസ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയേ.